പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, മംഗളവാർത്ത ധ്യാന ടീമിൻ്റെ വചന അഭിഷേക ധ്യാനം ഇന്ന് 20-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ 20 ദിവസത്തെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നവർക്ക് നല്ല ഒരു ദൈവാനുഭവം ഉണ്ടാകാനും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനും വ്യക്തികളോട് ക്ഷമിക്കാനും നല്ല ഒരു കുമ്പസാരം കാഴ്ചവെക്കാനും അതിലൂടെ അവരുടെ ജീവിതത്തിലുള്ള എല്ലാ തടസ്സങ്ങളും മാറാനും കർത്താവെ അങ്ങ് ഇടയാക്കണമേ. അങ്ങനെ വിവാഹം കഴിയാത്ത യുവതി യുവാക്കന്മാർ, ജോലിയില്ലാതെ വിഷമിക്കുന്ന അഭ്യസ്ത വിദ്യർ, വീടില്ലാത്തവർ, കടബാധ്യതയുള്ളവർ, സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെ ഒത്തിരി നന്മകൾ ഈ ശുശ്രൂഷയിലൂടെ അത് ശ്രവിക്കുന്ന നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തികൾക്ക് അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഒരിക്കലും സഫലമാകാതിരിക്കില്ല. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്നാണല്ലോ അങ്ങ് അരുളി ചെയ്തിട്ടുള്ളത്. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ടു സ്കിൻ സ്പെഷ്യലിസ്റ്റാണ്, ജനറൽ ഫിസിഷ്യനാണ്, കാർഡിയോളജിസ്റ്റാണ് എന്നൊക്കെ നമ്മൾ കേട്ടു. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ന്യൂറോളജിസ്റ്റും കേട്ടു. ന്യൂറോളജിസ്റ്റാണ് ഈശോ. ഒരിക്കൽ ഞാൻ പാലക്കാട് രൂപതയിൽ ഒരു ഫൊറോന പള്ളിയിൽ ധ്യാനം നടക്കുകയാണ്. യുവതി യുവാക്കൾക്കുള്ള ധ്യാനമാണ്. ആ ധ്യാനത്തിൽ ഒരു സഹോദരൻ്റെ കയ്യ് ഒരു ആക്സിഡൻറ്റിൽ പറ്റിയിട്ട് മുറിഞ്ഞു പോയ ഒരു കയ്യൻ്റെ ഉടമ. പക്ഷെ കയ്യെ തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്. അത് ലോറിയും ഇവർ സഞ്ചരിക്കുന്ന ബസ് തമ്മിൽ കൂട്ടി ഉരഞ്ഞപ്പോൾ കയ്യെ മുറിഞ്ഞ് ലോറിയുടെ ഹുക്കുമ്മ ഞണ്ടി കിടക്കുകയാണ്. അങ്ങനെയുള്ള കയ്യെ അവർ അതിൽ നിന്ന് ഊരിയെടുത്തു. നേരെ തൃശ്ശൂർ ഹോസ്പിറ്റലിലേക്ക് വന്നു. അവിടെ നിന്ന് നേരെ മൈസൂർ അവിടെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചിട്ട് തുന്നി ചേർത്തു. പക്ഷെ കൈ ഇങ്ങനെ നിൽക്കുള്ളൂ, കൈ ഇങ്ങനെ പൊങ്ങില്ല. അപ്പോൾ ആൾ വലിയ വോളിബോൾ പ്ലെയറൊക്കെയാണ്. അങ്ങനെ 145 യുവതി യുവാക്കൾക്ക് ഞങ്ങളിവിടെ യൂത്തിൻ്റെ ധ്യാനം നടത്തുകയാണ്. അപ്പം എൻ്റെ മകനും ക്ലാസ് എടുക്കുന്ന ആളാണ്. ഞങ്ങളവിടെ താമസിക്കുന്നു. അപ്പോൾ അതിൻ്റെ മുൻ വർഷത്തെ ധ്യാനം ഏൽപ്പിച്ച ധ്യാന ടീം ഇവരുടെ ബഹളം കണ്ടിട്ട് ഒരു ദിവസത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചുപോയി. അതിന് ആ ധ്യാനം നടന്നില്ല. ആ ധ്യാനമാണ് ദൈവം എന്നെ ഏൽപ്പിച്ചത്. അപ്പം ഞാൻ നോക്കുമ്പോൾ എല്ലാവരും നല്ല പഠിപ്പുള്ള ആൾക്കാരാണ്. +2കാർ 4 പേരുള്ളൂ. ബാക്കിയൊക്കെ അതിൻ്റെ മുകളിൽ പഠിപ്പുള്ളവരാണ്. ഞാൻ SSLC സെക്കൻഡ് ഇയർ. അങ്ങനെ ഞങ്ങൾ ധ്യാനം ആരംഭിച്ചു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, കഴിഞ്ഞ വർഷം നടക്കാതെ പോയ ധ്യാനമാണ്, അത് മക്കളുടെ അനുസരണക്കേട് കാരണം കൊണ്ടാണെന്നാണ് ഞാൻ കേട്ടത്. ഞാനൊരു അച്ഛനല്ല, ഞാനൊരു അപ്പനാണ്. അതുകൊണ്ട് നമുക്ക് സഹകരിച്ച്, എൻ്റെ മകനുണ്ട് ഇവിടെ ധ്യാനിപ്പിക്കാൻ, നമുക്ക് ഈ 5 ദിവസം ധ്യാനം ഭംഗിയായിട്ട് നടത്തിയിട്ട് വേണം പോകാം. അപ്പോൾ അവരവിടെ താമസിക്കുകയാണ്. ആൺപിള്ളേരെ അവരുടെ പരിഷോളിലും പെൺപിള്ളേരെ തൊട്ടടുത്തുള്ള മഠത്തിലുമാണ് അവർ താമസിപ്പിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ദിവസം ധ്യാനം കഴിഞ്ഞ് അവരോട് വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര നിശബ്ദത പാലിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അച്ഛൻ്റെ അവിടുത്തെ വികാരിച്ചൻ്റെ കൂടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഈ പാരിഷ് ഹോളിലത്തെ ഭയങ്കര ശബ്ദം. അപ്പം അച്ഛൻ പറഞ്ഞു, ജോസ് ബ്രദറെ, കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പ്രയാസം ഉണ്ടായിട്ടാണ്, അനുസരിച്ചില്ല അവർ, അതുകൊണ്ടാണ് ധ്യാന ടീം തിരിച്ചു പോയത്. ബ്രദർ പോകരുതിട്ടാ, ഈ ധ്യാനം നടത്തിയിട്ടാ പോകാവൂ. ഞാൻ പറഞ്ഞു, ഞാനൊരു അപ്പനല്ലേ, എനിക്ക് മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ എൻ്റെ മക്കളാണ്. നേരം വെളുത്തിട്ട് ഞാൻ അവരോട് കാര്യം പറയാം, എന്നിട്ട് നമുക്ക് ധ്യാനം നടത്താം, കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ നേരം വെളുത്ത 6 മണി മുതൽ രാത്രി 10 മണി വരെ ധ്യാനം, താമസമുള്ള ധ്യാനമാണ്. ഭക്ഷണമൊക്കെ അവർ അപ്പന്മാർ വന്നിട്ട് പാകപ്പെടുത്തി അവർ കൊടുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 കഴിഞ്ഞു, കുംസാരം കഴിഞ്ഞു. മാതാപിതാക്കന്മാരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവരെ കാലൊക്കെ പിടിച്ച് ഈ ധ്യാനിക്കുന്ന മക്കൾ ക്ഷമയൊക്കെ ചോദിച്ചു. നല്ല കുംഭസാരം കഴിച്ചു. അങ്ങനെ ഇനി അവസാനത്തെ ദിവസത്തിലേക്ക് എത്തണം. അപ്പോൾ
ഈ ഒന്നാമത്തെ ദിവസം ഈ രാത്രി ബഹളം ഉണ്ടായപ്പോൾ രണ്ടാമത്തെ ദിവസം നേരം വന്നപ്പോൾ ഞാൻ ചോദിച്ചേ, മക്കളെ നിങ്ങൾ എന്തിനാ ഇന്നലെ രാത്രി ബഹളം വെച്ചതെന്ന് ചോദിച്ചു. നിങ്ങൾ വീണ്ടും അനുസരണക്കേടാണല്ലോ കാണിക്കണേ. അപ്പോൾ അതിലത്തെ ഒരു മിടുക്കൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞേ, ജോസ് ബ്രദറെ, ഞങ്ങളവിടെ ബഹളം ഉണ്ടാക്കിയതല്ല. ഇതിൽ ഒരു മകനുണ്ട്, ഞാൻ പേര് പറയാനില്ല, അവൻ്റെ കൈ ഇങ്ങനെ നിൽക്കുള്ളൂ. ഈ കൈ ഈ ധ്യാനത്തിൽ ഇങ്ങനെ ഉയർന്നാൽ ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നു പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പേരിലാണെങ്കിൽ ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? 42 പേര്. 42 യുവാക്കൾ ബെറ്റടിച്ചിരിക്കുക. ഈ ധ്യാനത്തിൽ ഒരിക്കലും കൈ നിവരില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞ കൈ നിവർന്നാൽ ഞങ്ങളും യേശുവിൽ വിശ്വസിക്കുക. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എന്നാൽ ഒരാൾ കൂടി എടുക്കുമെന്ന് ചോദിച്ചു. എന്നാൽ ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞു. ഞാൻ അവരുടെ കൂടെ അവരുടെ വാക്കിലേക്ക് ഞാനും ചേർന്നു. ഞങ്ങൾ ആരാധന നടത്താം. വികാരിച്ചൻ ആൾക്കാരിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ റൗണ്ടിൽ ഇങ്ങനെ ഇരുത്തിയിരിക്കുകയാണ് പലയിടത്ത് കസേര ഇട്ടിട്ട്. ഒരു സൈഡിൽ ആമ്പിള്ളേർ, ഒരു സൈഡിൽ പെമ്പിള്ളേർ, ഒക്കെ പഠിപ്പുള്ള ആൾക്കാരാണ്. പിന്നെ കാശുകാരുമാണ്, കാരണം തോട്ടം സ്വന്തമായിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ആരാധനയ്ക്ക് വെച്ച് ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്തുതിപ്പാണ്, ഭയങ്കര സ്തുതിപ്പാണ് നടക്കണം. അവസാനമായിട്ട് ധ്യാനത്തിൻ്റെ. അപ്പോൾ ഒരു മകള് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അയ്യോ ആ ചേട്ടൻ്റെ പേര് ഞാൻ പറയണില്ലേ, ആ ചേട്ടൻ്റെ പേര് തീ ഇറങ്ങണമെന്ന്. അപ്പോൾ ഞാൻ കണ്ണു തുറന്ന് നോക്കി. എനിക്ക് തീയൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ ഒന്ന് ഞാൻ കണ്ടു, ഈ മകൻ എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെയുള്ള ഈ കയ്യെ ഇങ്ങനെ വിറച്ച് ഇങ്ങനെ ഉയർത്തുന്നത് ഞാനും കണ്ടു, അവിടുത്തെ വികാരിച്ചനും കണ്ടു, പാട്ടുകാരൻ കണ്ടു, ഞങ്ങളുടെ ധ്യാന ടീം എല്ലാവരും കണ്ടു. അങ്ങനെ ഈ മകൻ നേരെ അവിടുന്ന് കൈ പൊക്കിയിട്ട് സ്തുതിച്ച് കർത്താവ്, ഇവര് റൗണ്ടിലുള്ള ഇരിക്കണേ, അരുളിക്കയുടെ മുമ്പിൽ വന്നിട്ട് ഭയങ്കര തുള്ളിച്ചാട്ടാണ് സ്തുതിച്ചിട്ട് കയ്യാണ്ട് ഉയർന്നു. ഭയങ്കര സന്തോഷമായി. കാരണം അപ്പം എനിക്ക് മനസ്സിലായി, 2 പേർ യോജിച്ച് പിതാവായ ദൈവത്തോട് എന്ത് ചോദിച്ചാലും തരാമെന്നാണ് ഈശോയുടെ വാഗ്ദാനം. പക്ഷെ ഇവിടെ 42-43 പേരാണ് ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് യോജിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചത്. അവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടായിരിക്കണം ഈ മകൻ്റെ കയ്യ് ഉയരാനായിട്ട് കർത്താവ് ഇടയാക്കിയത്. ഹല്ലേലൂയ, യേശുവേ നന്ദി. കരങ്ങളുയർത്തി പറയട്ടെ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. അപ്പം കർത്താവ് ഈ കൈ പൊങ്ങാത്തവൻ്റെ കൈ മുറിഞ്ഞു പോയിട്ടുള്ളതാണ്, അത് തുനിയെറുത്ത. ഈ കൈ പൊങ്ങാത്തവൻ്റെ കൈ പൊക്കാനായിട്ട് കർത്താവിന് സാധിക്കും. കർത്താവ് നല്ലൊരു ന്യൂറോളജിസ്റ്റാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവ് തുടർന്ന് പറയാണ്, നല്ലൊരു പ്ലാസ്റ്റിക് സർജനാണ്. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് പ്ലാസ്റ്റിക് സർജൻ. അതിനു മുമ്പ് വേറൊരു സംഭവം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുക. തൻ്റെ വചനം ശരിക്ക് ശക്തമായിട്ട് പ്രഘോഷിച്ചാൽ, വിശ്വാസപൂർവ്വം പ്രഘോഷിച്ചാൽ, അത് കേൾക്കുന്ന വ്യക്തിക്കും വിശ്വാസം ഉണ്ടെങ്കിൽ ഭയങ്കര അത്ഭുതം നടക്കും അവിടെ, ഭയങ്കര അത്ഭുതം. ഒരിക്കലേ എൻ്റെ ഭാര്യയുടെ ഒരു ബന്ധു തന്നെയാണ് കേട്ടോ. അവളുടെ ഭർത്താവിൻ്റെ അമ്മ വയസ്സായി മരിക്കാൻ കിടക്കുകയാണ്. അപ്പോൾ അവള് എൻ്റെ ഭാര്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ അമ്മായി എന്ന് വിളിക്കുക, അമ്മായി അച്ഛനോട് വന്നിട്ട് എൻ്റെ അമ്മായിമ്മയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ, വളരെ സീരിയസ് ആണ്, മരിക്കുമെന്ന് തോന്നണമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയുടെ ആളാന്ന് പറഞ്ഞ് പിന്നെ അവളും നിലത്ത് പിടിക്കില്ല. നമ്മൾ പെട്ടെന്ന് നമ്മളെ ഡ്രസ്സൊക്കെ തേച്ച് ഞങ്ങൾ 2 പേരും കൂടി ചെല്ലുകയാണ്. അമല ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് അവരുടെ വീട്. അവിടെ ചെന്നപ്പോൾ മുറ്റത്ത് കുറേ ചേട്ടന്മാർ വർത്തമാനം പറയുന്നത് കേൾക്കാണ്ട്. അവർ ഈ അമ്മാമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ പന്തലിടേണ്ട കാര്യം, കസേരകളും മേശകളൊക്കെ എടുക്കേണ്ട കാര്യം, മഞ്ച വാങ്ങിക്കേണ്ട കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയുടെ കൈ പിടിച്ച് അവിടെ നിർത്തിയിട്ട് പറഞ്ഞു, നമ്മൾ എന്തിനാ പോണേ, അമ്മാമ്മ മരിച്ചു. ചേട്ടൻ വന്നേന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചിട്ട് അവളെ അങ്ങോട്ട് കയറ്റി. അപ്പോൾ ഞാനും എൻ്റെ ഭാര്യ ചെന്നപ്പോൾ അവർ ഞങ്ങളെ വിളിച്ച മകള് പറഞ്ഞു, അമ്മയ്ക്ക് കുറച്ച് കൂടുതലാവുന്നു, പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 പേരും ആ അമ്മാമ്മയുടെ അടുത്ത് ചെന്നിട്ട് എൻ്റെ കയ്യിലൊരു ചെറിയ കുരിശുണ്ട്, ആ കുരിശിൽ വെച്ച് അമ്മാമ്മയ്ക്ക് വേണ്ടി. അപ്പോൾ അമ്മാമ്മ അവസാനത്തെ വലിയ വലിക്കണേട്ടാ, അത് ഭയങ്കര വലിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്രാർത്ഥന കഴിഞ്ഞാൽ അധികം വൈകാതെ അമ്മാമ്മ ഇരിക്കും. അതാണ് ഞാൻ കരുതിയത്.
അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ വിളിച്ച ബന്ധു പറഞ്ഞേ പോകാൻ പറ്റും, ചായ കുടിച്ചിട്ട് പോയാൽ ചായ വെച്ചിട്ടുണ്ട് അത് കുടിക്കണം എന്ന് പറഞ്ഞു. നിനക്ക് വല്ല ഭ്രാന്തുണ്ട്, മരിക്കാൻ കാരണം വീട്ടിൽ ചായ കുടിക്കാൻ നിൽക്കല. അല്ല അച്ഛനും അമ്മയും ചായ കുടിച്ചിട്ട് പോയാൽ എന്നെ പിടിച്ച് അവിടെ ഇരുത്തി. അപ്പം ഞാൻ അവിടെ ഇരുന്നാലും ആ മുറിയിലേക്ക് എനിക്ക് ശരിക്കും നോക്കാൻ പറ്റും. ഞാൻ ഈ ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കുന്നുണ്ട്. 2 വലി ചായ ഞാൻ വലിച്ചിട്ടുള്ളൂ. 3ാമത്തെ വലിയുടെ നേരത്തെ ഞാൻ കണ്ടൊരു അത്ഭുതം. ഈ അമ്മാമ്മ ആ ഒരു ഇർക്കിലി മാർക്കാണ്, മുണ്ടും ചട്ടി കൊടുത്തിട്ടുള്ള അമ്മാമ്മയാണ്. ഒരാളറിച്ചങ്ങനെ അലറിയിട്ട് ആളങ്ങോട്ട് എണീറ്റിരുന്നു. ആൾ എന്നിട്ട് കാല് നിലത്തേക്കിട്ട് ഇരുന്നിട്ട് പറയാണ്, ഡേ ഒരു ചായ കൊണ്ടുവന്നേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഞ്ച മേടിക്കാൻ തീരുമാനിച്ചവരുടെയും കണക്ക് തെറ്റി, പന്തലിടുന്നവരുടെ കണക്ക് തെറ്റി, കസാര കൊണ്ടുള്ള ആൾക്കാരെ കണക്ക് തെറ്റി, അവിടെ ഇരിക്കുന്ന എല്ലാവരുടെ കണക്ക് തെറ്റി. എൻ്റെ മുന്നിലിരിക്കുന്ന ചായപാത്രത്തിൽ നിന്ന് ചായ ഒഴിച്ചിട്ട് അമ്മാമയ്ക്ക് കൊണ്ടുവന്ന് ചായ കുടിച്ച അമ്മാമ. ഇവിടെ എന്താ സംഭവിച്ചത്? എല്ലാവരും ആഗ്രഹിക്കുന്നത് അമ്മാമ്മയുടെ മരണമാണ്. ദൈവം ആഗ്രഹിക്കുന്നത് അമ്മാമ്മയുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പോൾ ഒരു പ്രാർത്ഥന കിട്ടിയാൽ, സാധാരണ അങ്ങനെ വയ്യാതെ അവശനായി കിടക്കുന്ന ഒരാൾക്ക് ഒരു പ്രാർത്ഥന കിട്ടിയാൽ മരിച്ചു പോകാറുണ്ട്. അധികം വൈകാതെ താമസിക്കാതെ അത് മരിച്ചു പോകാറുണ്ട്. അങ്ങനെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പക്ഷെ നേരെ വിപരീതമായിട്ടാണ് ഇവിടെ സംഭവിച്ചത്. അമ്മാമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അമ്മാമ്മ എഴുന്നേറ്റിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, 3-4 ദിവസം കഴിഞ്ഞിട്ട് ലാസറിനെ ഉയർപ്പിച്ച കർത്താവ്. ഈശോ പറഞ്ഞിട്ടുണ്ട്, വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ യേശുവിൽ വിശ്വസിക്കുന്ന സകലരും യേശു പ്രവർത്തിച്ചതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഉയർപ്പിച്ചതൊന്നുമല്ല, എനിക്ക് അതിനുള്ള കഴിവോ ശക്തിയൊന്നുമില്ല. പക്ഷേ ഞാൻ അമ്മാമയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്തിന്? അമ്മാമ്മയുടെ പാപങ്ങൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചത്. ഒരാൾ മരിക്കാൻ വേണ്ടി ഒരിക്കലും ഞാൻ പ്രാർത്ഥിക്കില്ല. ഈ അമ്മാമ്മയുടെ ചെറുപ്പകാലത്തെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കർത്താവിനോട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിച്ച് മകളോട് കരുണ കാണിക്കാനാണ് പറഞ്ഞത്. പക്ഷേ തളർവാദ രോഗിയെ കർത്താവ് എഴുന്നേൽപ്പിച്ചതുപോലെ 38 കൊല്ലം യേശു ജനിക്കുന്നതിൻ്റെ 5 കൊല്ലം മുമ്പ് കിടക്കാൻ തുടങ്ങിയതാണ്. 38 വർഷം. ഈശോ തൻ്റെ മകൻ്റെ പാപം ക്ഷമിച്ചപ്പോൾ അവന് ശക്തി കിട്ടി എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. അപ്പോൾ എന്നതുപോലെ ഇവിടെ ഈ അമ്മച്ചിക്ക് എല്ലാ പാപങ്ങളും ക്ഷമിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഒരിക്കലും ഒരാൾ മരിക്കാൻ വേണ്ടി എന്നവരെ പ്രാർത്ഥിച്ചിട്ടില്ല. എത്ര സീരിയസ് ആയിട്ടുള്ള ആളായാലും അയാളുടെ കരുണ കാണിക്കണമെന്നാണ് ഞാൻ പറയാറ്. അങ്ങനെ ഈ അമ്മച്ചി എഴുന്നേറ്റിരുന്നു. എല്ലാവർക്കും അതൊരു അതിശയം പോലെയായി. ഇപ്പോൾ ഇന്ന് ഞാൻ ഈ റെക്കോർഡിങ്ങിന് ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഫോൺ വന്നു എനിക്ക്, റെസ്റ്റ് എടുക്കുന്ന ടൈമിൽ. ആ സഹോദരി എന്നോട് പറയാ, ജോസ് ബ്രദറെ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ബ്രദറിൻ്റെ ദശാംശത്തിൻ്റെ ക്ലാസ് കേട്ടിട്ട് ഞാനൊരു ചെപ്പ് വാങ്ങിച്ചിട്ട് അതിന്മേൽ ദശാംശം എഴുതിയിട്ട് എൻ്റെ അലമാരിയിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. കൃത്യമായിട്ട് ഞങ്ങൾ ദശാംശം കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു, ദശാംശം കൊടുത്തോ, മോൻ്റെ കല്യാണം കഴിയും, വീട് പറമ്പ് വിൽക്കുകയാണെങ്കിൽ അത് വിറ്റ് പോവും, എല്ലാ തടസ്സങ്ങളും മറന്നു പറഞ്ഞു. അത് ഇപ്പം ഞാൻ ഈ ക്ലാസ്സിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പാണ് എനിക്ക് ആ ഫോൺ വന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ 2ാമത്തെ ക്ലാസ്സിൽ കയറിയത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം പ്രവർത്തിക്കാഞ്ഞിട്ടല്ല, നമ്മൾ അവിശ്വസിക്കുന്നതിലൂടെ. ദൈവത്തിൽ വിശ്വാസം നാവോട്ട് പറയും, ഹൃദയം ദൈവത്തിൽ നിന്ന് അകലെയാണ്. കർത്താവേ കർത്താവേ എന്ന് നിങ്ങൾ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് വളരെ അകലെയാണെന്ന് പറയണം. അപ്പം ആരെങ്കിലും ഈ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട്, വചനം കേട്ടിട്ട് നമ്മൾ അനുദപിക്കാനും പശ്ചാത്തപിക്കാനും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നല്ലൊരു കുമ്പസാരം കാഴ്ചവെക്കാനും ക്ഷമിക്കാനുള്ള വ്യക്തികളോട് ക്ഷമിക്കാനും തയ്യാറായാൽ അവൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളുണ്ടാവും. ഞാൻ ധ്യാനത്തിൽ പറയാറുണ്ട്, ഞാൻ നന്നായാൽ എൻ്റെ കുടുംബം നന്നാവും. അപ്പം ഞാൻ അവരോട് പറയുന്നത്, ജനങ്ങളോട് പറയുന്നത്, നീ നന്നായാൽ നിൻ്റെ കുടുംബം നന്നാവും, നീ നന്നായാൽ നിൻ്റെ മക്കൾ നന്നാവും, നീ നന്നായാൽ നിൻ്റെ ഭർത്താവ് നന്നാവും. ഇങ്ങനെ ഞാൻ പറയാറുണ്ട്. ഇത് പരസ്പരം പറയിക്കാറുണ്ട്. അതിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പം ഞാൻ താമസിക്കുന്ന ചിറ്റിലപ്പള്ളി പള്ളിയിൽ ഞാനൊരു ധ്യാനം നടത്തിയിട്ടുണ്ട്. അതിൽ ആരൊക്കെ പങ്കെടുത്തതെന്ന് എനിക്കറിയില്ല. അന്ന് ഞാൻ ഒല്ലൂരിൽ നിന്ന് വന്നിട്ടാണ് അവിടെ പോയിട്ട് ധ്യാനം നടത്താറ്. ഒല്ലൂരാണ് അന്ന് താമസിക്കുന്നത്. ഒരു 2 മാസം മുമ്പ് ഒരു സഹോദരൻ ഒരു മരണ വീട്ടിൽ വെച്ച് ഞാൻ കണ്ടു. അയാൾ എന്നെയും കണ്ടു. ഞങ്ങൾ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് വന്നിട്ട് കൈ തന്നിട്ട് പറഞ്ഞേ, ജോസ് ബ്രദറിനെ എന്നെ ഓർമ്മയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചു, എങ്ങനെയാ?
ഞാൻ ബ്രദറിന്റെ ധ്യാനം കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇടവപ്പള്ളിയിൽ നടത്തിയപ്പോൾ ഞാൻ കൂടിയിട്ടുണ്ട്. ആയിക്കോട്ടെ. എന്തേ അന്ന് ബ്രദർ ഒരു വാക്ക് പറഞ്ഞു, നീ നന്നായാൽ നിന്റെ കുടുംബം നന്നാവുന്നു. ആ വാക്ക് എൻ്റെ ഉള്ളിൽ തട്ടി ബ്രദറെ. അന്ന് മുതൽ എൻ്റെ മദ്യപാനം ഞാൻ നിർത്തി, പുകവലി നിർത്തി. ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ തെറി പറയണ പരിപാടി ഉണ്ടായിരുന്നു, അതുണ്ടായി. ഞാൻ ഗൾഫിലാണ് ജോലി. ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ ഗൾഫിൽ നിന്ന് വന്ന സമയത്താണ് ആ ധ്യാനം. അപ്പം ഞാനും ഭാര്യയും പങ്കെടുത്തു. എനിക്ക് നല്ലൊരു ദൈവാനുഭവം ഉണ്ടായി. ഒറ്റ വാക്ക്, നീ നന്നായാൽ നിന്റെ കുടുംബം നന്നാവും. അന്ന് മുതൽ എല്ലാ അശുദ്ധമായ പ്രവൃത്തികളും മാറ്റി. ഡെയിലി കുർബാനയ്ക്ക് വരാൻ തുടങ്ങി, ബൈബിൾ വായിക്കാൻ തുടങ്ങി, ദശാംശം മാറ്റി വയ്ക്കാൻ തുടങ്ങി. എന്നിട്ട് ആള് പറയണേ, ഇന്ന് എനിക്ക് ഇഷ്ടം പോലെ സമ്പത്ത് ദൈവം തന്നിട്ടുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നുകയാണ് മനസ്സിന്. കാരണം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആകെ പറയാൻ പറ്റുന്നത് ഈ ദൈവവചനാണ്. അത് കർത്താവ് തന്നെങ്കിലേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ കാണാപ്പാടം പഠിച്ചിട്ട് പറയുന്ന ആൾക്കാരൊന്നുമല്ല. ആ പ്രിയപ്പെട്ടവരെ, ആ സഹോദരൻ രക്ഷപ്പെട്ടു എന്ന് പറയണേ. സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ആത്മീയമായിട്ടും ആ മനുഷ്യൻ രക്ഷപ്പെട്ടു എന്നാണ് എന്നോട് സാക്ഷ്യപ്പെടുത്തിയത്. ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പൊ ഇവിടെ ഈ പ്ലാസ്റ്റിക് സർജനെ കുറിച്ച് പറയുന്നുണ്ട്. ഈശോ നല്ലൊരു പ്ലാസ്റ്റിക് സർജനാണ്. അതൊന്നും എനിക്കതിനെ കുറിച്ചൊന്നും വലിയ അറിവൊന്നുമില്ല, പ്ലാസ്റ്റിക് സർജൻ. പക്ഷേ ഒരു സംഭവം എനിക്ക് മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിലെ 22-ാമത്തെ അധ്യായം 50-ാമത്തെ വാക്യം. യേശു പ്രധാന പുരോഹിതന്റെ സേവകന്റെ അറ്റുപോയ ചെവി ക്ഷണനേരം കൊണ്ട് ഒട്ടിച്ചു ചേർത്തു. പ്രൈസ് ദി ലോർഡ്. പത്രോസ് വാളെടുത്ത് വെട്ടിയില്ലോ. അപ്പൊ പ്രധാന പുരോഹിതന്റെ സേവകനെയാണ് കഴുത്തിനെ വെട്ടിയത്. പക്ഷെ പത്രോസിനെ വെട്ടാനൊന്നും അറിയില്ല. അവന് മീൻ പിടിക്കാൻ അറിയുള്ളൂ. അങ്ങനെ പിന്നെ തള്ളി പറയാനറിയാം, യേശുവിനെ തള്ളി പറയാം. ആ മനുഷ്യൻ തൻ്റെ ഗുരുവിനെ അവർ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ വാളൂരി വെട്ടി, കഴുത്ത് പോട്ടേജിനെ വെട്ടിയത്, പക്ഷെ ചെവിയെ പോയുള്ളൂ. അപ്പൊ ഈശോ പറയുന്നുണ്ട്, പത്രോസെ വാള് ഉറയിലിട്, വാളെടുത്തവൻ വാളാൽ നശിക്കുന്നു പറഞ്ഞു. അങ്ങനെ പത്രോസ് വാള് ഉറയിലേക്ക് ഇട്ടു. പിന്നെ വാളുകൊണ്ട് പോയോന്നും വന്നിട്ടില്ല. പക്ഷേ കർത്താവ് ആ ചെവിയെടുത്ത് മുറിഞ്ഞ ഭാഗത്ത് വെച്ച് പ്ലാസ്റ്റിക് സർജറി നടത്തി, ഒരു കുഴപ്പമില്ലാതെ. ഇത് ബൈബിളിൽ തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു പള്ളിയിൽ ധ്യാനം നടത്തുന്ന സമയത്ത് വാർഷിക ധ്യാനമാണ്. അതിൽ വിവാഹപ്രായമായിട്ട് കല്യാണം കഴിയാൻ നിൽക്കുന്ന ഒരു യുവതി. പക്ഷെ അവളുടെ ഈ താടിയല്ലുണ്ടല്ലോ, ഈ താടിയല് ഒരു 1/2 സെന്റിമീറ്റർ നീളം കൂടുതലാണ്. മുകളിലത്തെ ഭാഗത്തിന് അല്പം കൂടി കൂടുതൽ. അപ്പൊ അടിയിലത്തെ പല്ല് പുറത്തേക്ക് തള്ളി നിൽക്കും. അങ്ങനത്തെ ഒരു മകള്. കാണാൻ വലിയ കുഴപ്പമില്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇവള് കല്യാണപ്രായം കഴിഞ്ഞ് വിഷമൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്. പക്ഷെ 5-ാമത്തെ ദിവസം, അപ്പൊ ഞങ്ങളതിന് ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. 5-ാമത്തെ ദിവസം ആരാധന കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞപ്പോൾ അവള് സാക്ഷ്യപ്പെടുത്തുക, നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയേ, എൻ്റെ അടിയിലത്തെ താടിയല്ലുണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ താടിയിൽ അല്പം വലിപ്പം കൂടുതലാണ്, മുകളിലത്തെ വരിയേക്കാൾ അല്പം കൂടുതലാണ്. അതുകൊണ്ട് അടിയിലത്തെ വരി പല്ലൊക്കെ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. ഇപ്പോൾ കർത്താവ് അത് സൗഖ്യപ്പെടുത്തിയെന്ന്. ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പോൾ താടിയല് ശരിയായിപ്പോൾ അവളുടെ വിവാഹ തടസ്സം മാറി. അവളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ 1-2 കുട്ടികളായിട്ട് ജീവിക്കുകയാണ്. അപ്പൊ ദൈവത്തിന് എല്ലാ മേഖലകളിലും, തളർന്നു കിടക്കുന്നവനാകട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രോഗിയാവട്ടെ, എന്ത് രോഗമായാലും നമ്മുടെ ഈശോയ്ക്ക് സൗഖ്യപ്പെടുത്താൻ സാധിക്കും. നമ്മൾ വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ. ഒരിക്കലേ എൻ്റെ ധ്യാനം കൂടിയ ഒരു അമ്മച്ചി എന്നെ ഫോണിൽ വിളിച്ചു. ആ ഫോണിൽ വിളിച്ചിട്ട് പറയാണ്, ജോസ് ബ്രദർ എൻ്റെ വീട്ടിലേക്കൊന്ന് വരുമോ, എൻ്റെ ഭർത്താവിൻ്റെ തൊണ്ടയിൽ ക്യാൻസറാണ്, പ്രായമായി, വെള്ളം ഒന്നും ഇറങ്ങണില്ല, 2 കൊല്ലമായി ചികിത്സിച്ചിട്ട് ഇപ്പോൾ ഡോക്ടർമാരൊക്കെ മടക്കി, ഇനി മരണം കാത്ത് കെടുക്കണം, ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പറ്റില്ല, ഒക്കെ ഛർദ്ദിക്കും, തൊണ്ടേന്ന് ഇറങ്ങില്ല. അപ്പം മരിക്കണമെങ്കിൽ മരിച്ചോട്ടെ എന്നാണ് ഈ ഫോണിൽ കൂടെ എന്നെ വിളിച്ച് പറഞ്ഞത്. എനിക്കത് കേട്ടപ്പോൾ സങ്കടമായി. ഭാര്യ പറയാണ്, ഭർത്താവിനെ ഇനി ഉപകാരമില്ല, ആള് മരിക്കണമെങ്കിൽ മരിച്ചോട്ടെ വന്ന് പ്രാർത്ഥിക്കുകയാണ്. എങ്കിലും പറഞ്ഞതനുസരിച്ച് ഞാൻ വീട്ടിൽ ചെന്നു. അപ്പം അടുത്ത വീട്ടിലത്തെ 2-4 പെണ്ണുങ്ങളൊക്കെ അവിടെ ഉണ്ട്.
ഇവരുടെ മകളുണ്ട്, 2 കുട്ടികളുണ്ട്. ഞാനവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഹൗസ് പുണ്യാളനെയാണ്. വെള്ളത്താടി വെള്ളമുടി, അങ്ങനെ നീണ്ടു തോർന്ന് കട്ടിൽ കിടക്കേണ്ട മനുഷ്യൻ. അങ്ങനെ എൻ്റെ രീതി ഇങ്ങനെയാണ്. വയ്യാത്തൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് എന്നോട് പറഞ്ഞാൽ നിങ്ങളുടെ വികാരി അച്ഛനോട് പറയും. അച്ഛൻ എന്നെ വിളിച്ചാലേ ഞാൻ പോവുള്ളൂ. കാരണം നമ്മൾ ഓരോ പള്ളിയിൽ ധ്യാനങ്ങൾ നടത്തുന്നതാണ്. ധ്യാനം കഴിഞ്ഞിട്ട് പിന്നെ ഓരോരുത്തരുടെ വീട് തപ്പിയിട്ട് പോണ പരിപാടി എനിക്കില്ല. നിങ്ങളുടെ വികാരി അച്ഛൻ പറഞ്ഞാൽ ഞാൻ പോയി പ്രാർത്ഥിക്കും. അത് രോഗികൾക്ക് വേണ്ടി, അല്ലാതെ അവർ വഴക്ക് തീർക്കാനൊന്നും ഞാൻ പോവില്ല. കൗൺസിലിങ്ങിനൊന്നും ഞാൻ പോവില്ല. അല്ലാതെ അവരുടെ വീട്ടിൽ പ്രാർത്ഥന നടത്താനും പോവില്ല. അവരുടെ രോഗിയായിട്ട് നടക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ എൻ്റെ ധ്യാനം ഏൽപ്പിച്ച അച്ഛന്മാർ പറയണം ഇന്ന വീട്ടിൽ പോയിട്ടൊന്ന് പ്രാർത്ഥിക്കണം, അപ്പോഴേ ഞാൻ പോവുള്ളൂ. വെറുതെ എന്തിനാ പേര് ദോഷം ഉണ്ടാക്കണേ. പലരും പോണവരും കേട്ടോ, ഞാൻ അതിന് തടസ്സമൊന്നും പറയാനില്ല. പോണവർ പോയിക്കോട്ടെ, ഞാൻ പോവില്ല. ഞാൻ സുവിശേഷം പറയുന്ന ഒരാളാണ്. അവരെ ആവശ്യമില്ലാതെ ഓരോ വീട്ടിൽ കയറി ചെല്ലാനൊന്നും എനിക്ക് താല്പര്യമില്ല, ഞാൻ പോകാറുമില്ല. അപ്പോൾ ഇവർ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ അവരെ ചെല്ലുകയാണ്. അവിടെ ചെന്ന് കിടപ്പ് രോഗിയാണ്. അവരെ അച്ഛനോടൊന്നും ഞാൻ പറയാൻ പറ്റിയില്ല. എനിക്ക് അവരെ കൊണ്ട് പറയിപ്പിക്കാനൊന്നും പറ്റിയില്ല. അവരുടെ കുറച്ച് ദൂരെയാണ്. അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ ഈ ചേട്ടങ്ങനെ നീണ്ടു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഈശോ ചെയ്ത സൗഖ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം, കേൾക്കാൻ പറ്റും. അതാണ് ക്യാൻസർ രോഗി. എൻ്റെ അപ്പന് ക്യാൻസറായിട്ട് അപ്പം മരിച്ച വയറ്റിൽ. അവസാന നിമിഷം വരെ കാഴ്ചയ്ക്ക് കുറവില്ല, കേൾവിക്ക് കുറവില്ല, സംസാരത്തിന് കുഴപ്പമില്ല. അവസാനം മരണ നിമിഷം വരെ ഓർമ്മശക്തിയുണ്ട്, കേൾവി ശക്തിയുണ്ട്, സംസാരശേഷിയുണ്ട്. അങ്ങനെയാണ് അപ്പൻ എൻ്റെ തോളിൽ തല വെച്ചിട്ട് അവസാനം മരിച്ചിട്ട് അപ്പൻ നിവൃത്തി കെടുത്തുക ചെയ്ത്. എന്നതുപോലെ ഈ ചേട്ടൻ കേൾവിക്ക് കുഴപ്പമില്ല, സംസാരിക്കാൻ ആൾക്ക് തൊണ്ടയിൽ എന്നോട് സംസാരിച്ചിട്ടില്ല. ഭാര്യയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ചേട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചായ ഉണ്ടാക്കി തന്നു. ഞാനത് കുടിച്ചു. എനിക്ക് ചൂടുള്ള ചായയും ചൂടുള്ള വെള്ളമൊക്കെ ഇഷ്ടമാണ്. തൊണ്ട അങ്ങനെ എപ്പോഴും കംപ്ലൈൻറ്റ് വരും. അങ്ങനെ ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ ചേട്ടൻ വളരെ ആഗ്രഹത്തോടു കൂടി എന്നെ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി ചായ ഇനി ബാക്കിയുണ്ടോന്ന്. അപ്പോൾ ആള് പറഞ്ഞു, ഡേ മോള് കരത്തിൽ അല്പം കൂടി ചായ ഉണ്ട്, അത് ബ്രദറിന് കൊണ്ടുവന്ന് കൊടുത്തേ, എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ കപ്പിൽ എൻ്റെ കപ്പ് മേടിച്ചുകൊണ്ടിട്ട് കപ്പിൽ അരക്കപ്പുള്ളൂ. അപ്പോൾ ഞാൻ ചായ എൻ്റെ അടുത്ത് തന്നപ്പോൾ ഞാൻ ചായ കപ്പിൻ്റെ മുകളിൽ കൈ ഇങ്ങനെ വെച്ചു. കൈ വെച്ചിട്ട് കണ്ണടച്ചിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുക. ഞാൻ എന്താ പ്രാർത്ഥിച്ചതെന്നറിയാം? കർത്താവേ, നീ അന്ധൻ്റെ കണ്ണ് സുഖപ്പെടുത്തിയത് തുപ്പൽ കൊണ്ട് മണ്ണ് കുഴച്ച് അത് കണ്ണിൽ പുരട്ടി ശീലോക കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞപ്പോൾ കാഴ്ച കിട്ടി. വേറൊരു സ്ഥലത്ത് ഈശോ തുപ്പലെടുത്ത് കണ്ണിൽ പുരട്ടി, എന്നിട്ട് അവന് കാഴ്ച കിട്ടി. അങ്ങനെയാണെങ്കിൽ കർത്താവേ, ഈ ക്യാൻസർ രോഗിയായ അപ്പച്ചനെ ഞാൻ ഈ പ്രാർത്ഥിച്ചു കൊടുക്കുന്ന ഈ ചായ ദിവ്യ ഔഷധമാക്കി മാറ്റിയിട്ട് വേണം നീ കൊടുക്കാമെന്ന് ഞാനിങ്ങനെ മനസ്സിൽ പറയാം. അപ്പോൾ അവരെന്നെ നോക്കുന്നുണ്ട്. ഞാൻ പാതി കണ്ണടച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അവരെന്നെ നോക്കി നിൽക്കുക, എന്താണ് ഇയാൾ ചെയ്യണമെന്നുള്ളത്. ഞാൻ ഈ പ്രാർത്ഥന കഴിഞ്ഞ് ഇങ്ങനെ കുരിശ് ഇങ്ങനെ എൻ്റെ കപ്പൻ്റെ മുകളിൽ ഇങ്ങനെ കുരിശ് അടയാളം വരച്ചിട്ട്, അമ്മച്ചിയെ ഈ ചായ ചേട്ടനെ കൊടുത്തേന്ന് പറഞ്ഞു. അപ്പോൾ ആ അമ്മച്ചി പറയണേ, വേണ്ട ബ്രദറെ, ഞങ്ങൾ ഇതൊക്കെ പലവട്ടം പ്രാർത്ഥിച്ച് കൊടുത്തിട്ടുള്ളതൊക്കെ ഛർദ്ദിക്കുകയാണ്. എൻ്റെ ഈ തോളിൽ കിടക്കണ ഈ ടർക്കി ഡവലുണ്ടല്ലോ, ആ ഛർദി തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തുണിയത്. ഇത് സ്ഥിരം എൻ്റെ തോളിലിട്ടിരിക്കുക, എപ്പോൾ വേണമെങ്കിലും ഛർദ്ദിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഛർദ്ദിച്ചാൽ ഞാൻ തുടയ്ക്കാം, ചേച്ചി ആ ചായ കൊടുക്കുകയെന്ന് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ആ അമ്മച്ചി ചായ ആ ചേട്ടൻ്റെ തല ഇങ്ങനെ പൊക്കി പിടിച്ച് എന്നാൽ കുടിക്കേ എന്നിട്ട് ചായ കൊടുത്തു. 2-3 വലി വലിച്ചപ്പോൾ ആ ചായ കഴിഞ്ഞു. ഞാനിങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക, കർത്താവേ ഛർദ്ദിക്കരുത്, ഛർദ്ദിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ വിശ്വാസമൊക്കെ പോകും. വേറെ 2-3 പെണ്ണുങ്ങൾ അവിടെ ഉണ്ട്. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഛർദ്ദിച്ചില്ല. അപ്പം എനിക്ക് സന്തോഷമായി. ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് ഞാൻ പോയി അയച്ചു തന്നിട്ട് ഞാൻ എൻ്റെ വണ്ടി എടുത്ത് എൻ്റെ വീട്ടിൽ വന്നു. പിന്നീട് ഇവർ വിളിച്ചിട്ടൊന്നുമില്ല. 3 കൊല്ലം കഴിഞ്ഞു. 3 കൊല്ലം എൻ്റെ സ്വന്തം നാട്, ആ നാട്ടിലെ യൂണിറ്റുകളിൽ, ഞാൻ യൂണിറ്റുകളിലും കൂടി ധ്യാനം നടത്തുന്ന ആളാണ്. അപ്പോൾ യൂണിറ്റുകളിൽ ധ്യാനം നടക്കുമ്പോൾ ഒരു യൂണിറ്റിൽ ധ്യാനം കഴിഞ്ഞപ്പോൾ ഈ ഒരു മകളും ഭർത്താവും 2 കുട്ടികളും എന്നെ കാണാൻ വന്നു. അപ്പോൾ ജോസായിട്ട് ഞങ്ങൾ അറിയുമെന്ന് ചോദിച്ചു. മോളെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ഇങ്ങനെ ഈ തൊണ്ടയിൽ ക്യാൻസറിൽ ഒരു അപ്പച്ചന് പ്രാർത്ഥിക്കാവുന്നില്ല. ആളുടെ മോളെ ഞാൻ ഉണ്ടായിരുന്നു, ബ്രദർ അവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എടുത്തവന് ചോദിച്ചേ,
അപ്പച്ചൻ മരിച്ചിട്ട് ഇപ്പം എത്ര നാളായെന്ന് ചോദിച്ചു. അപ്പോൾ അവള് പറയാ, എന്നിട്ട് ബ്രദർ പറയണേ അപ്പച്ചൻ മരിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. മരിച്ചിട്ടില്ലേ? ഇല്ല. അപ്പം എന്താ ഉണ്ടായെന്ന് ചോദിച്ചു പറയണേ, അന്ന് ബ്രദർ വന്നിട്ട് ആ ചായ കൊടുത്തില്ലേ, ആ ചായ കുടിച്ചോടുകൂടി അപ്പൻ്റെ തൊണ്ടയിലത്തെ ക്യാൻസർ മാറിയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഞെട്ടിപ്പോയി ബ്രദറെ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു ചായ പ്രാർത്ഥിച്ചു കൊടുത്തപ്പോൾ ആ ചായ ഇറങ്ങിയ ഭാഗത്തെ ക്യാൻസർ മാറിയെന്നാണ് ആ മകള് പറയണേ. ഞാനത് മരിച്ചു പോയിട്ട് മാസങ്ങളായിട്ടുണ്ടാവും ഞാൻ കരുതിയത്. അപ്പോൾ എന്നാലും അമ്മ ഒന്ന് വിളിച്ച് പറഞ്ഞില്ലല്ലോ. എൻ്റെ ധ്യാനത്തിൻ്റെ പാട്ട് പുസ്തകം അവിടെ ഇല്ലേ, ഒന്ന് പറയാതില്ലേ ആൾക്ക് ചോദിക്കില്ല. അതിന് ബ്രദർ വന്ന് പ്രാർത്ഥിച്ചത് അമ്മയ്ക്ക് ഇഷ്ടമായില്ലാന്ന്. ബ്രദർ വന്ന് പ്രാർത്ഥിച്ചത് അമ്മയ്ക്ക് ഇഷ്ടമായില്ലാന്ന്. അവർ ചോദിച്ചാൽ എന്തേ? അപ്പം മരിക്കാൻ വേണ്ടിയല്ല അമ്മ പ്രാർത്ഥിക്കാൻ പറഞ്ഞേ, അപ്പം ജീവിച്ചിരിക്കുകയാണ്. ഇതാണ് മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ആ ചേട്ടനെ എനിക്ക് കാണണമെന്ന് ഞാൻ പറഞ്ഞു. അടുത്ത ആഴ്ച, പിന്നത്തെ ആഴ്ചയിൽ എൻ്റെ വീട്ടിലേക്ക് ആ ഓട്ടോറിക്ഷ ഓടിക്കുന്നവനാണ് ഇവളുടെ ഭർത്താവ്. അവൻ്റെ ഓട്ടോറിക്ഷയിൽ അപ്പനെയും അമ്മേനെയും ഇവർ 4-5 പേര് എൻ്റെ വീട്ടിൽ വന്നു. അപ്പോൾ ഈ ചേട്ടൻ വരുന്ന കണ്ടപ്പോൾ ലാസർ ഉയർത്ത് വരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു. ജോസ് ബ്രദറെ, ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ, നന്ദി ഉണ്ട് കേട്ടോ. കുറേ നേരം അവിടെ ഇരുന്ന് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് പ്രാർത്ഥിച്ച് ഞാൻ തിരിച്ചു വിട്ടു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈശോ പറയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ പ്രവർത്തിച്ചതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ഒന്ന് ഏറ്റു പറഞ്ഞേ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ പല കാര്യങ്ങളും നടക്കുന്നില്ല, നിറവേറുന്നില്ല. പക്ഷെ ദൈവം പ്രാർത്ഥന കേൾക്കാത്തവനല്ല. നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് ഉത്തരം തരുന്നവനാണ് ഞാൻ. പ്രാർത്ഥിച്ച് തീരും മുമ്പേ നിനക്ക് ഉത്തരം തരുന്നവനാണ്. ജെറമിയ 33:3 പറയുന്ന വാക്ക് ഇതാണ്, നീ എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. ഹൃദയപരമാർത്ഥതയോടുകൂടി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ കർത്താവ് സമീപസ്ഥനാണ്. പ്രിയപ്പെട്ടവരെ, ആ കർത്താവിനെ രക്ഷകനും നാഥനുമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കണം. എങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കർത്താവ് തീർച്ചയായിട്ടും കേൾക്കും. ഒരു ധ്യാനത്തിൽ ഒരു സഹോദരി, 19 വയസ്സ് ഉള്ള ഒരു സഹോദരിയാണ്. ആള് ആ ഹോളിൻ്റെ ചുമരിനോട് ചേർന്നിരിക്കുകയാണ്. ഇടയ്ക്ക് വയറൊക്കെ പിടിച്ച് ഞെക്കുന്നുണ്ട്. എന്താണാവുന്നത് ഞാൻ ചോദിച്ചു. ഏറ്റവും ഫ്രണ്ടിലാണ്. അങ്ങനെ ഈ സഹോദരി ധ്യാനം കഴിഞ്ഞ് 2ാമത്തെ ദിവസം ക്ഷമയുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ആള് വീട്ടിൽ പോയി. ഇതൊന്നും വീട്ടിൽ പോയിട്ട് എന്താണെന്ന് അറിയാനില്ല. 3ാമത്തെ ദിവസം വന്നു. 5 ദിവസം ധ്യാനമാണ് പകല്. അങ്ങനെ 5ാമത്തെ ദിവസം ആ സഹോദരി സാക്ഷ്യം പറയണേ, ഞാനിവിടെ വരുന്നപ്പോൾ ബ്ലീഡിങ്ങിൻ്റെ അസുഖമായിട്ടാണ് വന്നത്. എൻ്റെ യൂട്രസ് എടുത്ത് മാറ്റിയതാണ്. അത് ഉണങ്ങാതെ വന്നപ്പോൾ വീണ്ടും ബ്ലീഡിങ് വന്നു തുടങ്ങി. എനിക്ക് ഷുഗറും ഉണ്ട്. അപ്പോൾ യൂട്രസ് റിമൂവ് ചെയ്ത ഡോക്ടറുടെ അടുത്തേക്ക് ഞാൻ പോയി. അപ്പോൾ അയാൾ പറഞ്ഞു, ഒന്നും കൂടി ആ പഴുപ്പെടുത്ത് കളയണം എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും എന്നെ ഓർമ്മ വരുത്തി ഓപ്പറേഷൻ ചെയ്ത ഭാഗം ഒന്നുകൂടി കീറി എൻ്റെ യൂട്രസിൽ ഉണ്ടായിരുന്ന ഭാഗത്തെ പഴുപ്പ് എടുത്ത് നീക്കം ചെയ്തു. പക്ഷെ എനിക്ക് രോഗം സുഖപ്പെടുന്നില്ല. ഷുഗറുള്ള കാരണം കൊണ്ട് വീണ്ടും മുറിവ് ഉണങ്ങണില്ല. അങ്ങനെ വീണ്ടും വിഷമം തോന്നിയപ്പോൾ ഞങ്ങൾ മറ്റൊരു ഡോക്ടറെ കാണിച്ചു, സർജന്. അപ്പോൾ അയാൾ പറഞ്ഞത്, സ്കാൻ ചെയ്തിട്ട് പറഞ്ഞേ, ഇത് നമ്മൾ കരിയിച്ച് കളയണം. കരിയിച്ച് കളയാം. എനിക്ക് വേണേൽ റേഡിയേഷൻ ചെയ്യാമെന്ന് എനിക്ക് തോന്നണം. കരിയിച്ച് കളയണം എന്ന് പറഞ്ഞു. പക്ഷെ അത് അപകടമാണ്, ചിലർ മരിക്കാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു തീരുമാനം എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഈ മകള് പറഞ്ഞേ, ഒരു ധ്യാനം കൂടണം എനിക്ക്, അത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ മകള് വന്നിരിക്കുന്നത്. വന്നിരിക്കുമ്പോൾ അവൾക്ക് ബ്ലീഡിങ് ഉണ്ട്. ചലം ചോരയും കൊണ്ടിട്ടാണ് വരുന്നത്. ആ ബ്ലീഡിങ്ങോട് കൊണ്ടാണ് ഈ വയറൊക്കെ ഞെക്കി പിടിച്ചിരുന്നത്. പക്ഷേ ഇവള് പറയാണ്, എൻ്റെ ചേട്ടനോടും അനുജനോടും എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു. അപ്പൻ്റെ സ്വത്ത് ഭാഗം വെച്ചപ്പോൾ ഇവരെന്നെ പറ്റിച്ചു. അപ്പം അതുകൊണ്ട് അവരോട് എനിക്ക് ഭയങ്കര വെറുപ്പായിരുന്നു. ഞാൻ അവിടെ വീട്ടിലേക്ക് പോവാറേ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഈ അസുഖങ്ങൾ റിമൂവ് ചെയ്യലൊക്കെ ഉണ്ടായത്. പക്ഷെ ഞാൻ എൻ്റെ ചേട്ടനെ ഫോണിൽ വിളിച്ചു, എൻ്റെ അനുജനെ ഫോണിൽ വിളിച്ചു. കുറേ നേരം സംസാരിച്ചു, കുറച്ച് കരഞ്ഞു, അവരും കരഞ്ഞു. പിന്നെ അവർ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം കൂട്ടി യോജിപ്പിക്കാൻ തയ്യാറായപ്പോൾ ധ്യാനത്തിൻ്റെ
രണ്ടാമത്തെ ദിവസം ക്ഷമയുടെ ക്ലാസ് കേട്ട് പോയതാണ്. അന്ന് രാത്രി ക്ഷമ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നേരം വെളുത്തപ്പോൾ ബ്ലീഡിങ് ഇല്ല, പരിപൂർണ സൗഖ്യം. അങ്ങനെ അഞ്ചാമത്തെ ദിവസം ധ്യാനത്തിൽ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞേ, ഇത് അങ്ങനെ പറഞ്ഞാൽ മതിയാവില്ല, നിങ്ങൾക്ക് സ്കാനിങ് വേണമെന്ന് പറഞ്ഞു, ഇത് കരിയിച്ച് കളയെന്ന് പറഞ്ഞ് ഡോക്ടറെ അടുത്ത് പോയിട്ട് സ്കാൻ ചെയ്ത് പറയാൻ പറഞ്ഞു. അപ്പോൾ ശനിയാഴ്ച ധ്യാനം കഴിഞ്ഞ് ഞായറാഴ്ച മുടക്കി തിങ്കളാഴ്ച പോകാമെന്ന് പറഞ്ഞു. അതിന് തിങ്കളാഴ്ച അവർ മക്കളിയായിട്ട് പോയി, അവർ സ്കാൻ ചെയ്തപ്പോൾ പ്രിയപ്പെട്ടവർ, അങ്ങനെ ഒരു സംഭവം വയറ്റിലില്ല. ആ യൂട്രസ് റിമൂവ് ചെയ്ത ഭാഗത്ത് മുഴുവൻ കരിഞ്ഞുണങ്ങിപ്പോയിരിക്കുകയാണ്. രണ്ടാമതും മൂന്നാമതും ചെയ്യേണ്ടി വന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? വ്യക്തികളോട് ക്ഷമിക്കാൻ സാധിച്ചപ്പോൾ ദൈവം ആ മകളോട് ക്ഷമിച്ചു. ആ മുറിവ് മരണകാരണമായ ഒരു രോഗമാണ്, അത് കരിയിച്ച് കളയുമ്പോൾ ചിലപ്പോൾ മരണം സംഭവിക്കാമെന്ന് പറഞ്ഞാണ്. ഒരു ആപത്തും കൂടാതെ ആ മകൾക്ക് പരിപൂർണ സൗഖ്യം കർത്താവ് കൊടുക്കാൻ തയ്യാറായി. ഹല്ലേലൂയ, യേശുവേ നന്ദി. മർക്കോസ് 2:17 പറയാണ്, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കാനാണ് യേശു വന്നത്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഇന്നും ഞങ്ങളിൽ അനേകം പേര് പലവിധ രോഗങ്ങൾക്ക് അടിമയാണ്. അങ്ങ് വചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. ആ പാപനിമിത്തമാണ് ഭൂരിഭാഗം പേരും രോഗികളായി തീർന്നിരിക്കുന്നത്. ദൈവമായ കർത്താവെ, 38 കൊല്ലം തളർന്നു കിടക്കുന്നവൻ്റെ അടുക്ക് ചെന്ന് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണല്ലോ അവൻ്റെ രോഗത്തിന് സൗഖ്യം കിട്ടിയത്. കർത്താവെ, ഞങ്ങളുടെ നിരവധിയായ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളുടെ ശാരീരികമായ രോഗങ്ങൾക്ക് സൗഖ്യം പകരണമേ. ലോകമെമ്പാടും ഉള്ള ദൈവമക്കൾ മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുന്നവരാണ്. ചികിത്സിച്ചിട്ടും മാറാത്ത രോഗങ്ങൾ, രോഗത്തെ കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗങ്ങൾ, അങ്ങനെയുള്ള എല്ലാ മക്കൾക്കും ഈ ദൈവവചനം അയച്ചുകൊണ്ട് അങ്ങ് രോഗികളെ സൗഖ്യപ്പെടുത്തണമേ. അങ്ങനെ ലോകം മുഴുവനിലും യേശുവിനെ അറിയാനും യേശുവിൽ വിശ്വസിക്കുവാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ ധ്യാനത്തിൻ്റെ ക്ലാസ്സുകളിലൂടെ അത് ശ്രവിക്കുന്ന എല്ലാ മക്കൾക്കും അവരെ ആ കേട്ട ക്ലാസ്സുകൾ അവരുടെ വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ അനേക മക്കൾക്ക് അയച്ചു കൊടുത്തുകൊണ്ട് അവരും ഇത് കേൾക്കാനും അവരും വിശ്വാസത്തിലേക്ക് കടന്നു വരാനും അവരുടെ രോഗങ്ങൾക്ക് സൗഖ്യം കിട്ടാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.